പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ന്യൂ നമ്പേഴ്സ് എന്ന സെക്കൻഡ് ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ വീഡിയോ. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, ദർ ഈസ് നോ ഫ്രാക്ഷൻ ഹു സ്ക്വയർ ഈസ് 2. ഒരു സ്ക്വയറിൻ്റെ വൺ സൈഡ് 1 മീറ്റർ ആകുമ്പോൾ അതിൻ്റെ ഏരിയ 1 സ്ക്വയർ, ദറ്റ് ഈസ് 1 ആണ്. അതിൻ്റെ ഡയഗണൽ വൺ സൈഡായിട്ട് വരയ്ക്കുന്ന സ്ക്വയറിന് അതിൻ്റെ ഡബിൾ ഏരിയ ഉണ്ടാവും 2 മീറ്റർ സ്ക്വയർ. അതിൻ്റെ വൺ സൈഡ് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിനിടയ്ക്ക് ദർ ഈസ് നോ ഫ്രാക്ഷൻ ഹു സ്ക്വയർ ഈസ് 2. അപ്പോൾ അതിൻ്റെ വൺ സൈഡ് നമ്മൾ √2 എന്ന രീതിയിൽ രേഖപ്പെടുത്താമെന്ന രീതിയിൽ പറഞ്ഞു നിർത്തിയായിരുന്നു. അപ്പോൾ ഒരു ഫ്രാക്ഷൻ്റെയും സ്ക്വയർ, അതായത് നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ഒരു ഫ്രാക്ഷൻ്റെയും സ്ക്വയർ 2ലേക്ക് എത്തുകയില്ല. അപ്പോൾ അതൊരു പുതിയ സംഖ്യയാണെന്ന് നമ്മൾ കണ്ടെത്തി. ഇന്ന് നമ്മൾ അതുപോലെ മറ്റൊരു പുതിയ സംഖ്യ കണ്ടെത്താനുള്ള ശ്രമമാണ്. ഇവിടെ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്, സമഭുജ ത്രികോണം. അതിൻ്റെ ഓരോ സൈഡും 2 മീറ്റർ ആണ്. 2 മീറ്റർ വശത്തിന് നീളമുള്ള ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. അതിൻ്റെ വോൾട്ടിറ്റ്യൂഡ് ഞാൻ വരച്ചിരിക്കുകയാണ്. ദിസ് ഈസ് ദി വോൾട്ടിറ്റ്യൂഡ്. ഈ വോൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത് കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ ഈ വോൾട്ടിറ്റ്യൂഡ് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് 2 മീറ്റർ, ഇത് 1 മീറ്റർ വരും. അപ്പോൾ അത് ഇതുപോലെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. ഇല്ലേ നോക്കിയത്, ഈ റൈറ്റ് ട്രയാങ്കിൾ മുറിച്ച് വെച്ചിരിക്കുന്നതായിരുന്നു. അപ്പോൾ ഇത് 1 മീറ്റർ ആണ്, ഇത് 2 മീറ്റർ ആണ്. കേട്ടോ, ഇതിൻ്റെ ഹൈറ്റ് നമുക്കറിയില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഈ 2 സെൻറ്റിമീറ്റർ, അതായത് ഹൈപ്പോട്ടന്യൂസ് വൺ സൈഡായിട്ടുള്ള ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യുന്നു, ബേസ് വൺ സൈഡായിട്ടുള്ള ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യുന്നു, ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് വൺ സൈഡായിട്ടുള്ള മറ്റൊരു സ്ക്വയർ കൺസിഡർ ചെയ്യുന്നു. ഇതുപോലെ consider squares with one side as hypotenuse, one side as base, one side as altitude. And here we see that this area of this red square is, square area 2 into 2 square 4 കിട്ടും. ഈ സ്ക്വയറിൻ്റെ ഏരിയ 1 സ്ക്വയർ 1 കിട്ടും. അപ്പോൾ ഏരിയ ഓഫ് ദി ഗ്രീൻ സ്ക്വയർ എന്തായിരിക്കും? വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ഗ്രീൻ സ്ക്വയർ? ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസ് സൈഡായിട്ട് വരുന്ന സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡ് സൈഡായിട്ട് വരുന്ന സ്ക്വയറും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഹൈപ്പോട്ടന്യൂസ് സൈഡായിട്ട് വരുന്ന സ്ക്വയർ. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയയിൽ നിന്ന് ഈ സ്ക്വയറിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദി ഏരിയ ഓഫ് ദി ഗ്രീൻ സ്ക്വയർ. അപ്പോൾ ഏരിയ ഓഫ് ദി ഗ്രീൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 മൈനസ് 1 3. ദാറ്റ് ഈസ് 3 യൂണിറ്റ് ആണ്, 3 സ്ക്വയർ യൂണിറ്റ് ആണ് ഈ ഗ്രീൻ സ്ക്വയറിൻ്റെ ഏരിയ. അതിന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സ്ക്വയറിൻ്റെ ഏരിയ അറിയാമെങ്കിൽ വൺ സൈഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ് 3 നോക്കിയാൽ പോരെ? സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡിൻ്റെ സ്ക്വയർ. ഇവിടെ 2ൻ്റെ സ്ക്വയർ ആയിരുന്നു 4, 1ൻ്റെ സ്ക്വയർ ആയിരുന്നു 1. അപ്പോൾ ഈ റെഡ് സ്ക്വയറിൻ്റെ ഏരിയ 4 കിട്ടിയത് 2ൻ്റെ സ്ക്വയർ എടുത്തപ്പോഴാണ്. പിങ്ക് സ്ക്വയറിൻ്റെ ഏരിയ 1 എടുത്തത് 1ൻ്റെ സ്ക്വയർ എടുത്തപ്പോഴാണ്. അപ്പോൾ അതുപോലെ ഈ സൈഡിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇതിൻ്റെ ഏരിയ. ഏരിയ ആണ് 3 തന്നിരിക്കുന്നത്. അപ്പോൾ ഏരിയ 3 ആയിട്ടുള്ള സ്ക്വയറിൻ്റെ വൺ സൈഡ് കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് ഇന്ന് നടത്തുന്നത്. അപ്പോൾ ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ് ഏത്? 3. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 1ൻ്റെ സ്ക്വയർ എത്രയാ? 1ൻ്റെ സ്ക്വയർ 1 ആണ്. 2ൻ്റെ സ്ക്വയറോ 4 ആണ്. അപ്പോൾ 1ൻ്റെ സ്ക്വയർ 1 ആണ്, 2ൻ്റെ സ്ക്വയർ 4 ആണ്. അപ്പോൾ 1നും 4നും ഇടയ്ക്കാണല്ലോ 3. 3 is in between 1 and 4. That means the square of a number between 1 and 2 will be 3. അതായത് 3 സ്ക്വയർ ആയിട്ട് വരുന്ന സംഖ്യ ഏതിനൊക്കെ ഇടയ്ക്കായിരിക്കും? 1നും 2നും ഇടയ്ക്കുള്ള നമ്പറിൻ്റെ സ്ക്വയർ ആണ് 3. അപ്പോൾ 1നും 2നും ഇടയ്ക്കുള്ള, കാരണം 1നും 4നും ഇടയ്ക്കാണല്ലോ 3. അപ്പോൾ 1ൻ്റെ സ്ക്വയർ 1 ആണ്, 2ൻ്റെ സ്ക്വയർ 4 ആണ്. അപ്പോൾ 1നും 2നും ഇടയ്ക്കുള്ള ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കും 3, കാരണം 1നും 4നും ഇടയ്ക്കാണ് 3. അത് ക്ലിയർ ആയല്ലോ? അപ്പോൾ 1നും 2നും ഇടയ്ക്കുള്ള നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 1.1, 1.2, 1.3 അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത പോലെ എടുത്താൽ അതിൻ്റെ സ്ക്വയേഴ്സ് കണ്ടുപിടിച്ച് നോക്കുക. അങ്ങനെ കണ്ടുപിടിച്ച് നോക്കുമ്പോൾ
1.7ന്റെ സ്ക്വയർ 2.89 എന്ന് കിട്ടും. 1.8ന്റെ സ്ക്വയർ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിച്ചാൽ 1.8 ഇൻറ്റു 1.8 അതായത് 3.24. ഇത് 1.7 ഇൻറ്റു 1.7 2.89. ഇത് 2.89 ആണ്, ഇത് 3.24 ആണ്. അപ്പോൾ ഇത് മോർ ദാൻ 3 ആയി, ഇത് ലെസ് ദാൻ 3 ആണ്. അപ്പോൾ 1.7ന്റെ സ്ക്വയറിനും 1.8ന്റെ സ്ക്വയറിനും ഇടയ്ക്കുള്ള നമ്പർ ആയിരിക്കും ഏത്? 3. അപ്പോൾ 1.7ഉം 1.7ന്റെയും 1.8ന്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് കൺസിഡർ ചെയ്യാം. 1.71, 1.72, 1.73 അങ്ങനെ 1.79. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ 1.73യുടെ സ്ക്വയർ 1.73 കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത പോലെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. 1.73യുടെ സ്ക്വയർ 2.9929 എന്ന് കിട്ടും. 1.73 1.73 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അതുപോലെ 1.74ന്റെ സ്ക്വയർ 3.0276 കിട്ടും. അപ്പോൾ ഇത് മോർ ദാൻ 3 ആയി, ഇത് ലെസ് ദാൻ 3 ആണ്. അപ്പോൾ 1.73ക്കും 1.74നും ഇടയ്ക്കാണ് ഏത്? ഈ പറഞ്ഞ ഇടയ്ക്കുള്ള നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കും 3. അപ്പോൾ അതിന്റെ അടുത്ത നോക്കാം. 1.73ക്കും 1.74നും ഇടയ്ക്കുള്ള നമ്പർ 1.732 സ്ക്വയർ ഇത് വരും 2.999824. 1.733 സ്ക്വയർ 3.003289 കിട്ടും. ഇത് മോർ ദാൻ 3 ആണ്, ഇത് ലെസ് ദാൻ 3 ആണ്. അപ്പോൾ 1.732ന്റെ സ്ക്വയറിനും 1.733യുടെ സ്ക്വയറിനും ഇടയ്ക്കാണ് ഏത് വരുന്നത്? 3 വരുന്നത്. അപ്പോൾ 1.732നും 1.733ക്കും ഇടയ്ക്കുള്ള നമ്പേഴ്സ് കൺസിഡർ ചെയ്യണം. 1.7321, 1.732 1.732 എക്സെട്ര അങ്ങനെ എടുത്തു നോക്കുക. അങ്ങനെ എടുത്തു നോക്കുമ്പോൾ 1.73205ന്റെ സ്ക്വയർ 2.9, 1.7321ന്റെ സ്ക്വയർ 3.00017041 കിട്ടും. അപ്പൊ ഈ രണ്ട് നമ്പർ കണ്ടില്ല, ഇത് മോർ ദാൻ 3 ആണ്, ഇത് ലെസ് ദാൻ 3 ആണ്. അപ്പോൾ 3 ഇതിനും രണ്ടിനും ഇടയ്ക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ അവിടെ ചെയ്ത പോലെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഇങ്ങനെ കുറേ അങ്ങ് കണ്ടുപിടിച്ച് നോക്കുക. അങ്ങനെ കണ്ടുപിടിച്ചാലും ഈ നമ്പേഴ്സ് എല്ലാം എങ്ങോട്ടെത്തും? 3നോട് അപ്രോച്ച് ചെയ്തതായിട്ട് കാര്യം. ഒരിക്കലും 3യിലെത്തില്ല. അതിൻ്റെ എത്ര ശ്രമിച്ചാലും 3 എന്ന നമ്പർ ഇതിലെത്താൻ കഴിയില്ല. അതായത് 1.7, അതായത് നമ്മൾ ഇതാണ് 1.7, 1.73, 1.732, 1.73205 എക്സെട്ര എന്ന ഈ നമ്പേഴ്സ് എല്ലാം ഇതിൻ്റെയൊക്കെ സ്ക്വയേഴ്സ് 1.7ന്റെ സ്ക്വയർ, 1.73യുടെ സ്ക്വയർ, 1.732ന്റെ സ്ക്വയർ, 1.73205ന്റെ സ്ക്വയർ ഇങ്ങനെ പോകുന്ന ഈ നമ്പേഴ്സ് എല്ലാം 3യിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാം. ഒരിക്കലും 3യിലെത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ 3യുടെ സ്ക്വയർ ആയപ്പോൾ വൺ സൈഡ് നമ്മൾ അതിൻ്റെ ഒരു കാര്യം ചെയ്യാം, √3 എന്ന് എടുക്കാം. കാരണം 4 ഏരിയ വരുന്ന ഒരു സ്ക്വയറിന്റെ വൺ സൈഡ് √4 അതാണ് 2. 3യുടെ √3 എന്ന സിമ്പിൾ ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ സ്ക്വയർ റൂട്ട് ഓഫ് 3 അതാണ് വൺ സൈഡ് ജസ്റ്റ് എടുക്കുക. അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, അപ്രോക്സിമേറ്റ്ലി അല്ല, 1.73205 എക്സെട്ര എന്ന് കിട്ടും. അത് നേരത്തെ ചെയ്ത മാതിരി ഇത് അത്രയും മീറ്റർ ആണ്. സെന്റിമീറ്റർ കറക്റ്റ് ചെയ്യുമ്പോൾ 1.73 മീറ്റർ എന്ന് എഴുതും. എന്ന് പറഞ്ഞാൽ 1 മീറ്ററും 73 സെന്റിമീറ്ററും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു. അത് മില്ലിമീറ്റർ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ 1.732 മീറ്റർ എന്ന് കിട്ടും. 1 മീറ്ററും 732 മില്ലിമീറ്റർ അല്ലെങ്കിൽ 73.2 സെന്റിമീറ്റർ. അങ്ങനെ മില്ലിമീറ്റർ കറക്റ്റ് നമ്മുടെ കാൽക്കുലേഷന് അനുയോജ്യമായ രീതിയിൽ അതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു പുതിയ നമ്പറാണ് √3. ഇത് പോയപ്പോൾ √2 എന്ന് പറയുന്ന പുതിയ നമ്പർ, √3 പുതിയ നമ്പറാണ്. കാരണം ഒരു ഫ്രാക്ഷൻ, there is no fraction whose square is 3, there is no fraction whose square is 2. അത് നമുക്ക് പ്രൂവ് ചെയ്യാനും പറ്റും. ഇത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രായോഗികമായിട്ട് ചെയ്തു നോക്കുന്ന ഒരു രീതിയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ √4 എന്ന് പറയുമ്പോൾ 2 അത് ഫ്രാക്ഷനാണ്, ഫ്രാക്ഷൻ്റെ സ്ക്വയർ ആയിട്ട് 4 വരും. അപ്പോൾ √4 എന്ന് പറയുന്നത് എന്തല്ല, ന്യൂ നമ്പർ അല്ല. √4 ഈസ് നമുക്ക് പരിചയമുള്ള നമ്പറാണ് അല്ലേ, കൗണ്ടിങ് നമ്പർ തന്നെയാണ്. അപ്പോൾ √5 എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ വി കനോട്ട് ഫൈൻഡ് ഔട്ട് എ ഫ്രാക്ഷൻ ഹു സ്ക്വയർ ഈസ് 5. അപ്പോൾ √5 ഈസ് എ ന്യൂ നമ്പർ. അതുപോലെ √6 ഈസ് എ ന്യൂ നമ്പർ, √7 ഈസ് എ ന്യൂ നമ്പർ, √8 ഈസ് എ ന്യൂ നമ്പർ, √9 വരുമ്പോൾ 3 അത് നമുക്ക് പുതിയ നമ്പർ അല്ല. ഇങ്ങനെ വരുന്ന ഈ നമ്പേഴ്സിനൊക്കെ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുക.
ഇറാഷണൽ നമ്പേഴ്സ്. ഒരു വലിയ ലാർജ് സെറ്റാണിത്. അതിൽ ഒരു പാർട്ട് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. √2, √3, √5 ഇതൊക്കെ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ വേറെ വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് എ ക്യൂബ് ഓഫ് വോളിയം 2 മീറ്റർ ക്യൂബ്. ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സമചതുരക്കട്ട. ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഈക്വൽ ആവുന്ന ഒരു ക്യൂബിന്റെ വോളിയം 2 മീറ്റർ ആണ്. എങ്കിൽ അതിന്റെ വൺ എഡ്ജ് എത്രയാണ്? അപ്പോൾ ഏത് ഫ്രാക്ഷന്റെ ക്യൂബാണ് 2 എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതും എന്താണ്? അതും ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് ഒരു നമ്പറിനെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ ഒരിക്കലും, ഒരു ഫ്രാക്ഷനെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും 2 കിട്ടില്ല. അപ്പോൾ അതിനെ നമ്മൾ ക്യൂബ് റൂട്ട് ഓഫ് 2 എന്ന് കിട്ടും. അപ്പോൾ there is no fraction whose cube is 2. അപ്പോൾ സോ ദി സച്ച് നമ്പേഴ്സ് √2, √3 ഇത് ക്യൂബ് റൂട്ട് എന്ന് റെപ്രസെന്റ് ചെയ്യും. ആ ക്യൂബിന്റെ 2 മീറ്റർ ക്യൂബ് വോളിയം വരുന്ന ക്യൂബിന്റെ വൺ സൈഡ് ക്യൂബ് √2. ക്യൂബ് √2 മീറ്റർ. അപ്പൊ ഇങ്ങനെ വരുന്ന ഈ നമ്പേഴ്സിനെല്ലാം നമ്മൾ ന്യൂ നമ്പേഴ്സ്, അതായത് നമ്മൾ ഇതുവരെ പരിചയപ്പെടാത്ത നമ്പറാണ്. അതിന് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്നാണ് പേര് വിളിക്കുന്നത്, അഭിന്നക സംഖ്യകൾ. അപ്പോൾ ഇത്തരം സംഖ്യകളെ പറ്റിയുള്ള കൂടുതൽ പഠനമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? there is no fraction whose square is 2, so it is represented by √2. √2 is an irrational number. There is no fraction whose square is 3, so it is represented by √3, and √3 is an irrational number. അതുപോലെ √5 is an irrational number. √6 is an irrational number. അതുപോലെ ക്യൂബ് √2 is an irrational number. അങ്ങനെ ഒരുപാട് റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. ഇത്തരം റാഷണൽ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടിയും അത് നമ്മുടെ അഡീഷണൽ, സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.